നവകേരള സദസ്സിന് ബോംബ് ഭീഷണി. തൃക്കാക്കരയിൽ ജനുവരി 1 നടക്കാനിരിക്കുന്ന നവകേരള സദസ്സിന്റെ വേദിയിൽ ബോംബ് വയ്ക്കും എന്നാണ് ഭീഷണി. എറണാകുളം ADM-ന്റെ ഓഫീസിലാണ് ഭീഷണി കത്ത് കിട്ടിയത്. സംഭവത്തിൽ തൃക്കാക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ്, ഈ ഭീഷണി കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? പോലീസിന്റെ അന്വേഷണം എങ്ങനെ? എറണാകുളം ജില്ലയിൽ ഇനി 4 മണ്ഡലങ്ങളിലാണ് നവകേരള സദസ് നടക്കാനുള്ളത്. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ചവയാണ് ഇവ. ഇതിൽ 2 മണ്ഡലങ്ങളിലേതാണ് 1-ാം തീയതി തിങ്കളാഴ്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് തൃക്കാക്കര, പിറവം മണ്ഡലങ്ങളിലേത്. ഇത് കൂടാതെ നടക്കാനുള്ളത് തൃപ്പൂണിത്തുറ, കുന്നത്തുനാട് മണ്ഡലങ്ങളിലേതാണ്. ഇതിൽ തൃക്കാക്കരയിലെ നവകേരള സദസ്സാണ് ആദ്യം നടക്കുന്നത്. തൃക്കാക്കരയിൽ ജില്ലാ കളക്ടറേറ്റ് പരിസരത്തുള്ള പരേഡ് മൈതാനമാണ് നവകേരള സദസ്സിന്റെ വേദിയായി തെരഞ്ഞെടുത്ത് പന്തലിന്റെ പണികളും മറ്റും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വേദി ബോംബ് വെച്ച് തകർക്കും എന്നാണ് ഭീഷണി കത്ത് ലഭിച്ചിരിക്കുന്നത്. കത്തിന്റെ രൂപത്തിലാണ് ഈ ഭീഷണി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം പോലീസ് തുടങ്ങിക്കഴിഞ്ഞു. എറണാകുളം അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഓഫീസിലേക്കാണ് ഇത്തരത്തിലുള്ള ഭീഷണി കത്ത് ലഭിച്ചത്. ഇവിടെ നിന്ന് തൃക്കാക്കര പോലീസിൽ ഇക്കാര്യം അറിയിച്ചു. ഇതേ തുടർന്ന് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. നമുക്കറിയാം, നവകേരള സദസ് നടക്കുന്ന എല്ലായിടത്തും വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധവും ഷൂവേറും മറ്റും ഉണ്ടായ പശ്ചാത്തലത്തിൽ എറണാകുളം ജില്ലയിൽ നടന്ന എല്ലാ സദസ്സുകളിലും സുരക്ഷ മറ്റുള്ള പ്രദേശങ്ങളെക്കാൾ കൂടുതൽ കർക്കശമാക്കിയിരുന്നു. ഇതിനിടെയാണ് ഇത്തരത്തിൽ ഒരു ഭീഷണി കത്തുകൂടി ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ എന്തായാലും ഗൗരവമായി തന്നെയാണ് പോലീസ് ഈ ഭീഷണി കത്തിനെ കാണുന്നത്. ഇതിന്റെ ഉറവിടം കണ്ടെത്തുക എന്നതിലേക്കാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ശ്രമം നടക്കുന്നത്. ശരി.